കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിശക്കുന്ന അളിയാ. അതെ അങ്ങനെ നീ എന്താ എന്റെ ലൈവ് നോക്കിക്കൊണ്ടിരിക്കണേ? ലൈവ് അളിയ നിന്നെ കണ്ടില്ല എനിക്ക്. വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ചേരം കഴിയുമ്പോണ്ടല്ലേ ഈ ഫുണ്ടാ കുറച്ചേരം കഴിയുമ്പോ അവള് വന്ന് വാരി കൊടുത്തോണ്ടിരിക്കും കേട്ടാ. അത് കാണുമ്പോ വിശപ്പുള്ളവരും ട്രിഗർ ആവും, സിംഗിൾസും ട്രിഗർ ആവും, ബ്രേക്കപ്പ് ആയവന്മാർക്ക് വിഷമവും ആവും. നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് നിനക്കറിയാവോ? അവള് ജോലിക്ക് എന്താ ചിരിക്കണ നീ? എന്താ ചിരിക്കണം? നീ സിംഗിൾ അല്ലടാ ചന്ദ്രൻ ഇപ്പൊ. അസുഖോ കുഴപ്പമില്ല. നല്ല ദൈവം എനിക്ക് 2 കൈ മൂഞ്ചാല തന്നത് മനസ്സിലായില്ലേ? ഇത് വെച്ച് വാരി തിന്നാലാണ് 2 കൈ ദൈവം തന്ന മനസ്സിലായില്ലേ? ഇങ്ങനല്ലായിരുന്നല്ലോ ഒരു 4 മാസം മുമ്പ് ഇങ്ങനല്ലായിരുന്നല്ലോ. ഇവനെ ഉണ്ടല്ലോടാ കുത്തി നോവിക്ക് ഞാൻ ഇവനെ. അതെ ഇവരെ ചില്ലറ അല്ല. അത് അളിയ ഒന്ന് ആലോചിക്കേ, പെണ്ണും കെട്ടി ഒരു കൊച്ചുമായിട്ട് ജീവിക്കുന്ന എന്റെ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് എന്റെ എക്സ് ലവറിനെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞ എന്തൊരു പോക്കൃത്തരോ ഇവൻ ഇത്ര നാൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നറിയോ? ഞാനേ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നും പറഞ്ഞിട്ടില്ല. വാവ് മോനെ എന്റെ 13 Pro Max ഞാൻ ഓണാക്കുവേ. എന്റെ പൊന്നെ ഇവനെ എടാ നിന്നെ ഞാനിപ്പോ ആഗ്രഹിക്കുന്ന കേട്ടാ, എന്റെ മോനെ നിന്നെ പോലെ വളർത്തണം, ഇത്ര സത്യസന്ധനായിട്ട്. അത് പേര് ഇതിനകത്ത് ആധാറിൽ പോയി ഗസറ്റഡിൽ മാറ്റണം, എന്നിട്ട് സത്യവാനൂടെ ആക്കണം. അളിയ എന്റെ അതായത് നീ എനിക്ക് എന്നാ ഫോൺ നമ്മൾ ഒരുമിച്ച് പോയി 13 Pro Max നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോ? കഥകളൊന്നും ഞാനിപ്പോ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലടാ ഞാൻ. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനിരുന്ന് നീ ചർച്ച ചെയ്യുന്നത്? അതാണ് നീ ഇത്ര ആലോചിച്ചത്. അന്ന് നീ ഞാനും കൂടി പോയാണ് വാങ്ങിയതാ 13 Pro Max. അന്ന് തൊട്ടുള്ള സാധനം, അന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടുള്ള സാധനം ഇന്നും അതിന്റെ അകത്തുണ്ട്. അതെന്റെ ഡയറിയാണ് അതെന്റെ. അത് നീ മറന്നു പോലെ. നീ കുക്കറിനായിട്ട് പിണഞ്ഞു കിടക്കണുണ്ട് ഗോകു. ഗോകു നിന്റെതുണ്ട്, നിന്റെതുണ്ട്, നിന്റെതുണ്ട് ഗോകു. അങ്ങ് അധികം ഞാൻ ലൈവ് ഇടാൻ പോണേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാസ്ട്രോ ഇല്ല, കാസ്ട്രോ